അലമ്പെന്നൊക്കെ പറഞ്ഞാല് ഇജാതി അലമ്പായിരുന്നു ടണൽ ടീം. പവർ ടീം മോശമല്ല, അവരെ കുറിച്ച് ആളാം പ്രതി നമുക്ക് എടുത്ത് പറയാം. വീഡിയോ അവസാനം വരെ കാണുക. ലൈവിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്കാണ് പോകുന്നത്. സാധാരണ ടാസ്കിൽ നിന്നും പുറത്തായവരുടെ ഒരു അലമ്പ് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു രസകരമായ ഒരു എലമെന്റ് ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പം എല്ലാ സീസണിലും ഈ ഒരു ഹോട്ടൽ ടാസ്ക് നടക്കുമ്പോൾ കുറച്ച് ആളുകൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ മാരാരൊക്കെ മാറി നിന്നതാണ്. ആ ഒരു സെക്യൂരിറ്റി ജോലി ഉപേക്ഷിച്ച് രാജിവെച്ചിട്ട് പുള്ളി മാറി നിന്നതൊക്കെയാണ്. പിന്നെ പുള്ളി ടാസ്ക് അലമ്പാക്കാൻ നോക്കിയതൊക്കെ കാണാൻ ഒരു രസമുണ്ടായിരുന്നു, ഒരു ഫൺ എലമെന്റ് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ സായിയുടെയൊക്കെ ടണൽ ടീം ഈ ഒരു ടാസ്ക് അലമ്പാൻ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫണ്ണും തോന്നിയില്ല. വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയ രീതിയിലാണ് ടണൽ ടീം കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയത്. അത് ഒട്ടും ഡെലിവർ ആയിട്ടില്ല എന്ന് മാത്രമല്ല, വളരെയധികം ഇറിറ്റേറ്റ് ചെയ്ത് അലോസരപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ കോണ്ടന്റ് ഉണ്ടാക്കൽ മൊത്തം പോയത്. ഇതിനിടയ്ക്ക് ജാസ്മിനെ കെട്ടിയിടുന്നു, റോബോട്ടിനെ ചിപ്പ് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആർത്തുല്ലസിക്കുന്നു, അട്ടഹസിക്കുന്നു. ഒരു രീതിയിലും ഫണ്ണായിട്ട് തോന്നിയില്ല അതൊന്നും. പിന്നെ ജാസ്മിനെ അകത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു, പവർ ടീം ജാസ്മിനെ പിരിച്ചുവിടുന്നു. പിന്നെ ഇന്നലെ പ്രോമോയിൽ കണ്ട ഒരു ഉന്തും തള്ളും പ്രോപ്പർട്ടി ഡാമേജ് സീന്. ഇതിനിടയ്ക്ക് ജാസ്മിൻ വീണ്ടും ഫിറ്റ് ആവുന്നുണ്ട്. അന്ന് ജയിലിന്റെ അവിടെ വെച്ച് ഫിറ്റ് ആയത് ഓർക്കുന്നില്ല, അതേപോലെ ഫിറ്റ് ആവുന്നുണ്ട്. എടാ ഊളകളെ ഇങ്ങോട്ട് വേടാ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എന്താണ് അച്ചാറ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം ഒരു കോട്ടയം കുഞ്ഞച്ചൻ വൈവായിരുന്നു. ജാസ്മിൻ ഒരു 60 ml അടിച്ചിട്ട് നിന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരാവശ്യവും ഇല്ലാത്തൊരു പരിപാടിയായിട്ടാണ് തോന്നിയത്. എന്തിനാണ് ഊളകളെ എന്നൊക്കെ വിളിക്കുന്നത്? മാന്യമായിട്ട് സംസാരിച്ചാൽ പോരെ. ഇത് എന്തുവാണ് ജാസ്മിൻ പറയാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ റസ്മിന്റെ അഹങ്കാരം, നോറയുടെ ധാർഷ്ട്യം, ഇതെല്ലാം ഇതിലൊരു മെയിൻ കാര്യമാണ്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ രസം കൊല്ലിത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെ അവരുടെ പാട്ടിന് വിടുക എന്നുള്ളൊരു കാര്യമാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവർ അതിന് നിൽക്കാതെ അതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഈഗോ വർക്കൗട്ട് ആക്കാൻ നോക്കുന്നു. ഒരു ഫൈറ്റ് ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, ആളി കത്തിക്കാൻ നോക്കുന്നു. പിന്നെ ബിഗ് ബോസ് തന്നെ ക്യാപ്റ്റനെയും പവർ ടീമിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് പറയുന്നുണ്ട്, ഈ ടാസ്ക് പാടെ പരാജയമാണ് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതേ പരാജയമാണ്. അവിടെ ഇരിക്കുന്ന 5 എണ്ണവും തികഞ്ഞ പരാജയങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ടാസ്ക് ഇത്രയും അലമ്പാവാൻ കാരണമായത്. ഗസ്റ്റിനെ കുറിച്ച് പരദൂഷണം പറയുന്ന അൻസിബ, അതൊന്ന്. തോറ്റു തൊപ്പിയിട്ടിരിക്കുന്ന അഭിഷേക്, കലിപ്പ് ക്യാരക്ടർ പിടിച്ച് ധാഷ്ട്യം കാണിക്കുന്ന ഋഷി, HR, റസ്മിനെയും നോറയും കുറിച്ച് പറഞ്ഞു മടുത്തു. അവരുടെ ധാഷ്ട്യവും അഹങ്കാരവും. ടണൽ ടീമിന്റെയും ഭാഗത്ത് തെറ്റുണ്ട്, അവരെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അവരുടെ ഒടുക്കത്തെ അലമ്പ് രീതികൾ ഒരു രീതിയിലും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു 4-5 എണ്ണമാണ് ടണൽ ടീമിനകത്തുള്ളത്. അതുകൊണ്ട് അവരുടെ ഒരു വായിക്കും കൊള്ളാത്ത കുറെ കോണ്ടന്റ് ഉണ്ടാക്കില്ല. പിന്നെ ജാസ്മിൻ ഫിറ്റ് ആവുന്നത്, ഇതൊക്കെയായിരുന്നു ലൈവിനകത്ത്. ആകെ മൊത്തം ഒരു അലമ്പ് മയമാണ്. പിന്നെ ലാസ്റ്റ് ശ്വേത എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹോട്ടലിൽ ഭയങ്കര നോയ്സ് പൊല്യൂഷൻ ആണ്, HR ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് മടുത്തു. സത്യം പറഞ്ഞ സാബുവിന് ശ്വേതയ്ക്കൊക്കെ മടുത്തു അവിടെ നിന്നിട്ട്. അവരെ എത്രയും പെട്ടെന്നൊന്ന് പുറത്തു പോയാൽ മതി എന്നുള്ളൊരു ഫീലാണെന്ന് തോന്നുന്നു രണ്ടുപേർക്കും. പിന്നെ പണിയെടുക്കുന്ന ടീമുകളാണെങ്കിലും നമ്മുടെ നെസ്റ്റും അതേപോലെ തന്നെ ഡെന്നും നല്ല രീതിക്ക് പണിയെടുത്ത് പോയിന്റ് വാരി കൂട്ടുന്നുണ്ട്. ഒരു സൈഡില് ജിൻഡോയ്ക്ക് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്വേത. അപ്പൊ ഇത്രയുമായിരുന്നു മെയിൻ ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ.